അതായത് വികാരമില്ലാത്ത ജീവികളായി CPM ഒരു വിഭാഗം അധപ്പതിച്ചിരിക്കുക. ഇതിനെന്ത് മറുപടി പറയാം? ഇവിടെ റേഷൻ കടയിലൊന്ന് പോയി നോക്ക്, വികാരം ഉണ്ടോയെന്നറിയാം. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട്ലെറ്റുകൾ പോയി വികാരം ഉണ്ടോയെന്നറിയാം. ബീവറേജ് ഔട്ട്ലെറ്റിന് മുമ്പിലെ സ്ഥിതി എന്താ നോക്ക്. ലോട്ടറി എടുക്കുന്നതിലെ സ്ഥിതി എന്താ നോക്ക്. മയക്കുമരുന്ന് വ്യാപകമായതിൻ്റെ സ്ഥിതി എന്താ നോക്കുക. ഈ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട പാർട്ടിയും ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണവും പരാജയപ്പെട്ടു. നഗ്നമായ സത്യമാണ്. ചേലക്കരയിൽ നിങ്ങൾക്കറിയാം 38,000 വോട്ടിനാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണൻ ജയിച്ചത്. എന്താ നിങ്ങളത് വിസ്മരിക്കണം? 12,000 വോട്ടായി കുറഞ്ഞു പറഞ്ഞാൽ എത്ര ആയിരം വോട്ട് അവിടെ മറഞ്ഞു. അവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തവരാണല്ലോ 38,000-ൻ്റെ അധികം ഭൂരിപക്ഷം കൊടുത്തത്. ആ 38,000-ൽ 26,000 എവിടെ പോയി? 26,000? അപ്പോൾ 4,00,000 ആൾക്കാർ വോട്ട് തരാതെ പോയപ്പോഴും വികാരമില്ലെന്ന് പറഞ്ഞാൽ ഒരു വികാരം അറിയാനുള്ള ഒരു സാഹചര്യം CPM-ൻ്റെ നേതാക്കന്മാരില്ല. അവരെല്ലാവരും ദന്തഗോപുരങ്ങളിൽ ഇരിക്കുക. പാവപ്പെട്ടവനെ മനസ്സിലാക്കുന്നില്ല. പണ്ട് പാടത്ത് പോയി പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ പാർട്ടി, കരിങ്കൽ കോറിയിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ പാർട്ടി, കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞവൻ സാന്റിയാഗോ മാർട്ടിൻ്റെ പാർട്ടിയായതും അത് ഗൗതം അദാനിയുടെ പാർട്ടിയായതും ആ പരിണാമമുണ്ടല്ലോ, ആ പരിണാമമാണ് ബംഗാളിലും ത്രിപുരയിലും കണ്ടത്. നമ്മൾ പരിണാമത്തിൻ്റെ അവസാനം എവിടെയാണ് കാണുന്നറിയോ? കേരളത്തിലെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഒരു വികാരം അറിയാതെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗോവിന്ദനും ഗോപാലനും എല്ലാം ചേർന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയായി. ഇനിയും ആ ജനവിരുദ്ധത മറയ്ക്കാനോ അതിന് നടപടിയെടുക്കാനോ തയ്യാറല്ല. പാലക്കാട്ട് വന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ ജനങ്ങളോട് പറഞ്ഞതെന്താ? പാണക്കാട്ടെ തങ്ങളെ കളിയാക്കി വിമർശിച്ച് അവമാനിച്ച് പ്രസംഗിച്ചു എന്നല്ലാതെ ജനങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മറുപടി പറഞ്ഞോ? പാലക്കാട്ടെ കർഷകർക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നെല്ലിൻ്റെ വില നിശ്ചയിക്കും, എത്രയും പെട്ടെന്ന് ആ നെല്ല് സംഭരിക്കുമെന്നൊരു വാക്ക് പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായോ? അത് കോൺഗ്രസ്സുകാർ ലീഗുകാരാണോ? ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരാണ് കർഷകരിൽ ഒരു നല്ല വിഭാഗം. അപ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ട് അപ്പോൾ വികാരം അറിയുന്നില്ല. ഇവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ തെരുവിൽ അലഞ്ഞിട്ടുള്ള ആളുകളുടെ വികാരം ഇവർ കാണുന്നില്ല. ഇവർക്കതൊന്നും അറിയുന്നില്ല. കാരണം സ്വർണം ഏതിലൊക്കെ രൂപത്തിലാണ് വരുന്നത്, ഏതൊക്കെ കള്ളക്കടത്താണ് നടത്തിയത്, ഏതൊക്കെ തരത്തിലാണ് അഴിമതി നടത്തിയത്, മകൾക്ക് അവരുടെ കമ്പനിക്ക് കിട്ടിയ കമ്മീഷനും അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യവും കോടിക്കണക്കിന് രൂപ ഏതിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് കണ്ണ് മഞ്ഞളിച്ചിരിക്കുക. പാവപ്പെട്ടവൻ്റെ പാർട്ടിയല്ല ഇപ്പോൾ പണക്കാരുടെ പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറിയതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഒരു വികാരം അവർക്ക് അറിയുന്നില്ല. ബഹുരാഷ്ട്ര കുത്തകളെ അവരുടെ വികാരമാണ് ഇപ്പോൾ CPM ഏറ്റവും കൂടുതൽ അറിയുന്നത്, മുഖ്യമന്ത്രി അടക്കം. നഗരസഭയിലടക്കം BJP-യുടെ വോട്ടുകൾ ഒരുപാട് കിട്ടാൻ സാധിച്ചെന്ന് പറയുന്നു. UDF-ന്റെ സന്ദീപിന്റെ വരവോട് കൂടിയാണ് സന്ദീപിന്റെ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടായിട്ടുണ്ടോ? സന്ദീപ് ഉൾപ്പെടെ ഇതിലൊരു ഘടകമാണ്. കാരണം BJP-യുടെ എത്രയോ വർഷമായിട്ട് വക്താവ്, BJP നിശ്ചയിച്ച സംസ്ഥാന ഭാരവാഹി, യാതൊരു തരത്തിലും സങ്കോചമില്ലാതെ BJP-യുടെ വർഗീയ രാഷ്ട്രീയം ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിച്ചൊരു വ്യക്തി. ആ ആൾക്ക് പോലും പാർട്ടിക്കകത്ത് സംരക്ഷണമില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം നിങ്ങളറിഞ്ഞു. ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരായി ത്രട്ടുണ്ടായിരുന്നു, വധഭീഷണി ഉണ്ടായിരുന്നു. ആ വധഭീഷണി പോലീസ്, ഇൻ്റലിജൻസ്, ജില്ലാ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടേ സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ അറിയിക്കുകയോ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു നടപടിയെടുക്കുകയോ ചെയ്തില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ BJP സമൂഹത്തിൽ മാത്രമല്ല ഭിന്നത ഉണ്ടാക്കുന്നത്, സമൂഹത്തിൽ മാത്രമല്ല വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉണ്ടാക്കുന്നത്, സ്വന്തം പാർട്ടിക്കകത്തും വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവനിൽ കൊതിയുള്ള ഒരാൾക്ക് ആ പാർട്ടി തുടരാൻ പറ്റുമോ? പാർട്ടിയുടെ ഹാർഡ് കോർ അംഗങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ പാർട്ടി ഇതുപോലെ ചതി സംസ്ഥാന വക്താവിനോടും സംസ്ഥാന സെക്രട്ടറിയോടും ഒക്കെ കാണിക്കാച്ചാൽ സാധാരണക്കാരായ പ്രവർത്തകരായ ഞങ്ങളോട് എന്ത് കാണിക്കുന്നു അവർക്ക് ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി വോട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതും ഒരു ഘടകമായിരുന്നു. BJP-യിലെ വിഭാഗീയത, BJP-യിലെ ഇതുപോലെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, BJP-യിലെ അഴിമതി, അവിടെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വൻ അഴിമതി നടന്നു എന്നുള്ള ആരോപണമല്ലേ സന്ദീപ് വാര്യർ പറഞ്ഞത്? അത് ശരിവെക്കുന്ന തരത്തിലല്ലേ റിസൾട്ട് വന്നിരിക്കുന്നത്? BJP-യുടെ ശക്തി ദുർഗങ്ങളിൽ പോലും ഇത്രയേറെ തിരിച്ചടി കിട്ടുമെന്ന് അവർ കരുതിയിട്ടുണ്ടോ? അപ്പോൾ ജനങ്ങൾ
ഇതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്, അവർ മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിലും ഇവിടെ വിഭാഗീയതയും വെറുപ്പും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് UDF-ന് BJP വോട്ട് കിട്ടിയത്. നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ ഇതുപോലൊരു ഇനിയൊരു ഓപ്പറേഷൻ ആയിരിക്കും പാലക്കാട്ട് നമ്മൾ നടത്തിയതുപോലെ? അല്ല, ജനകീയ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെട്ട് ഈ ഓപ്പറേഷനൊക്കെ സത്യത്തിൽ ചില ചാനലുകാർക്ക് അറിയുന്ന പണിയാണ്. ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ കൂടെയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വന്നു, തുടർന്ന് ഡോക്ടർ സരിൻ സ്ഥാനാർത്ഥിയായി, അതിനിടയ്ക്ക് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി. UDF-ൻ്റെ കൺവെൻഷൻ നിങ്ങളുടെ പഴയ രേഖകളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു, ഷാഫി പറമ്പലിന് 2021 കിട്ടിയ ഏകദേശം 3800 വോട്ടാണ്, 4000 വെച്ചോ, അതിൻ്റെ 4 ഇരട്ടി വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല. BJP പാളയത്തിലെ പടയും CPM പാളയത്തിലെ പടയും ആ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. തുടർന്ന് അങ്ങോട്ട് 2 പാർട്ടിയിലും ചോർച്ച ഉണ്ടായി. ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരു ജനപ്രതി കൂടിയാണ് ഞാൻ. വെറുതെ അല്ല പത്രസമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും 15,000 വരെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താ പറയുക, ഈ അഴിമതി നിറഞ്ഞ ജനവിരുദ്ധമായ ഈ നഗരസഭാ ഭരണം അടുത്തത് BJP-യിൽ നിന്നും മോചിപ്പിക്കണം. അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ ഉടനെ ആരംഭിക്കും. പരസ്യമായിട്ട് ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ അഴിമതി തുറന്നു കാട്ടിക്കൊണ്ട് ഇവിടുത്തെ വികസന മുരടിപ്പ് തുറന്നു കാട്ടിക്കൊണ്ട് വലിയൊരു പോരാട്ടമായിരിക്കും പാലക്കാട് നഗരസഭയിലെ BJP ഭരണത്തിനെതിരായിട്ട് ഞങ്ങൾ നടത്തുക. അതിൽ ആത്യന്തികമായ വിജയം UDF-നായിരിക്കും.